കരിമുളയ്ക്കൽ MSc LPSലെ നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും പ്രവേശന കവാടത്തിന്റെയും കുട്ടികളുടെ പാർക്കിന്റെയും ഉദ്ഘാടനവും നടന്നു. ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം MS അരുൺകുമാർ MLA നിർവഹിച്ചു. ചാരുമൂട് കരിമുളയ്ക്കൽ MSc LPSലെ നവീകരണത്തിന്റെ ഭാഗമായി പുതിയതായി നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും പ്രവേശന കവാടത്തിന്റെയും കുട്ടികളുടെ പാർക്കിന്റെയും ഉദ്ഘാടനവും നടന്നു. ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം MS അരുൺകുമാർ MLA നിർവഹിച്ചു. 1893 ജൂൺ 7-ാം തീയതി ഡർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ് ടിക്കറ്റുമായി അവിടെ ഇരിക്കുമ്പോൾ ആ 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു വെള്ളക്കാരൻ കയറി വരികയും വെള്ളക്കാരൻ അവിടെ ഇരിക്കുന്ന ഗാന്ധിജിയെ കണ്ട് ഗാന്ധിയോട് 3-ാം ക്ലാസ്സിലേക്ക് മാറാൻ പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒരു വിവേചനം ഉണ്ടാകുന്നു. ആ വിവേചനത്തിൻ്റെ ഭാഗമായി ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വരും. തണുത്ത സമയത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഗാന്ധിക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വലിയ മനുഷ്യന് ഒരു പരിവർത്തനം ഉണ്ടാകുന്നത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ വിശ്വാസ രീതികൾ പിന്തുടരുന്ന ജനസമൂഹത്തെ ഒരുമിച്ച് കൂട്ടി ഒരു കൂട്ടം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അക്ഷീണം ജീവൻ ബലി കൊടുത്തുകൊണ്ട് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാത്മാഗാന്ധി ലോകമുള്ളിടത്തോളം കാലം, ഭാരതമുള്ളിടത്തോളം കാലം കാലത്തിനോ ദേശത്തിനോ കാലാവസ്ഥയ്ക്കോ മായ്ക്കാനോ മറയ്ക്കുവാനോ കഴിയാത്ത ഒരു പേരാണ് മഹാത്മാഗാന്ധിയുടെ പേര്. പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനം മാവേലിക്കര ഭദ്രാസനം ജനറൽ വികാരി ഫാദർ ജോബ് കല്ലുവിളയും കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം ചാരുമൂട് ഷെരീഫ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷെരീഫും ചേർന്ന് നിർവഹിച്ചു. PTA പ്രസിഡന്റ് T രാജേഷ് കുമാർ അധ്യക്ഷനായി. CM സ്കോളർഷിപ്പ് വിജയി ശബരീഷ് സജയനെ ചടങ്ങിൽ അനുമോദിച്ചു. ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KG ശോശാമ, ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ പ്രസാദ്, AEO S ദീപ, സ്കൂൾ മാനേജർ ഫാദർ ഡാനിയൽ തെക്കേടത്ത്, ഹെഡ് മിസ്ട്രസ് ശുഭ മേരി ജോൺ, S മധുകുമാർ, ലിജി ലൂക്കോസ് എന്നിവർ സംസാരിച്ചു.